ഹലോ ഗായ്സ്, അപ്പോൾ കുട്ടി വ്ലോഗിലൂടെ എല്ലാവർക്കും സ്വാഗതം. സംവിധാനം മനസ്സിലായി കാണുമല്ലോ, ഇതാണ് നമ്മുടെ പുഡിംഗ്. ഇത് സാധാ പുഡിംഗ് അല്ല കേട്ടോ. ഇതിൽ നമുക്ക് ബിസ്ക്കറ്റ് പുഡിങ്ങോ അല്ലെങ്കിൽ ഓറിയോ പുഡിങ്ങോ കഴിക്കാം. ഇത് ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ റിലേറ്റീവ്സോ ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ വീട്ടിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സംഭവമാണ് ഈ പുഡിംഗ്. ഇതിന് മെയിൻ രാജാവ് എന്ന് പറയുന്ന ഓറിയോ ബിസ്ക്കറ്റും അതേപോലെ തന്നെ നമ്മുടെ ചോക്ലേറ്റും തന്നെയാണ്. അപ്പോൾ ഇത് നമ്മുടെ മുന്നിൽ ഉണ്ടാക്കി തരുന്ന ഞങ്ങളുടെ മെയിൻ ഷെഫായ എൻ്റെ ചേട്ടൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത് നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ്. അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു 3 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ്. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വേണ്ടത് മിൽക്ക് മെയ്ഡാണ്. മിൽക്ക് മെയ്ഡ് നമുക്ക് ആവശ്യമനുസരിച്ച് യൂസ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ ഇവിടെ എല്ലാവർക്കും മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞങ്ങൾ 5 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ മധുരം താല്പര്യമില്ലാത്ത ആൾക്കാണെങ്കിൽ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ട നല്ല തണുത്ത പാലാണ്. സംഭവം ഞങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് പെട്ടെന്ന് കട്ടി പിടിക്കാനുള്ള ചാൻസ് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അതിനുശേഷം ചെറിയൊരു ഫ്ലെയിമിൽ നമ്മൾ ഈ സംഭവം ഇളക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് വേണ്ട കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ഈ കൺസിസ്റ്റൻസിലാണ് നമുക്കിത് വേണ്ടത്. നമുക്ക് അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സോൾട്ട് ബട്ടറാണ്. സാധാ ബട്ടർ ആണെങ്കിൽ അതിനുശേഷം നമ്മൾ കുറച്ച് സോൾട്ട് ഇടണം. അതിനുശേഷം നമ്മൾ വാനില എസൻസ് ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് മധുരം കുറച്ചും കൂടെ വേണമെന്ന് തോന്നിയതുകൊണ്ടാണ് അത് ഞങ്ങൾ ഒന്നും കൂടെ മിൽക്ക് മെയ്ഡ് മിക്സ് ചെയ്ത് അതിനുശേഷം ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മുടെ താരമായ ഓറിയോ ബിസ്ക്കറ്റ് എടുക്കണം. ഓറിയോ ബിസ്ക്കറ്റ് നമ്മളെടുത്ത് ഇത് മൊത്തം ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് നമുക്ക് ഏത് രീതി വേണമെങ്കിൽ ഞങ്ങൾ ഫില്ല് ചെയ്യട്ടെ. ഞങ്ങൾ മൊത്തത്തിൽ ഫില്ല് ചെയ്തു. അതിനുശേഷം നമുക്ക് വേണ്ട വിപ്പിംഗ് ക്രീമാണ്. ഇത് സംഭവം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. നമുക്ക് ഒരു ക്രീമി കൺസിസ്റ്റൻസി വേണമെങ്കിൽ നമുക്ക് ക്രീമി കൺസിസ്റ്റൻസി എടുക്കാം, അല്ലെങ്കിൽ ലൂസ് കൺസിസ്റ്റൻസി എടുക്കാം. അതേപോലെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ കുറച്ച് പൗഡറും യൂസ് ചെയ്യുന്നുണ്ട്. ഏത് പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ കോഫി പൗഡറാണ്. ഞങ്ങൾ ക്രീമി കൺസിസ്റ്റൻസി ആയിരുന്നില്ല എടുത്തത്, കാരണം ഞങ്ങൾക്ക് കുറച്ച് ലൂസായിട്ട് വേണമെന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അത്യാവശ്യം ബീറ്റ് ചെയ്തില്ല. അതിൻ്റെ ഞങ്ങൾ മിക്സിയിൽ അടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മുടെ താരമായ ഡയറി മിൽക്ക് വന്നു. ഡയറി മിൽക്ക് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടു. ഞങ്ങൾ കുറച്ച് കടിക്കാൻ വേണ്ടി കുറച്ചും കൂടെ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഞങ്ങൾ എന്ത് ചെയ്തു, ഡയറി മിൽക്ക് പൊടിച്ചു കിട്ടും, അതേപോലെ തന്നെ ചോപ്പ് ചെയ്തിട്ടു. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടാറ്റ ബൈ ബൈ, സീ യു.